കർത്താവിൻ്റെ തന്നെ തിരുനാമത്തിന് വന്ദനം. ഞാനിന്ന് ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച് നിങ്ങളോട് ഒരു വിഷയത്തെക്കുറിച്ച് 1-2 കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബൈബിളിലൊരു വചനമുണ്ട്, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറണം. നമ്മുടെ ഈ സമൂഹം ഇന്ന് എത്ര അധപ്പതിച്ചു പോയെന്ന് നമുക്ക് നോക്കിയാൽ കാണാം. സ്വന്തം മാതാപിതാക്കളെ കൊല്ലുന്ന മക്കൾ, മാതാപിതാക്കൾ വൈകൃതങ്ങളായി പീഡനങ്ങൾ, സ്വന്തം മക്കളുടെ നേരെ മാതാവും പിതാവും പീഡിപ്പിക്കുന്ന അവസ്ഥ, അവിടെ ഇവിടെയായിട്ട് കൊലപാതകങ്ങളാണ് നമുക്ക് ദിനം തോറും നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും നമ്മുടെ പത്രമാധ്യമങ്ങളും ഒക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഇത് മാത്രമേ ഉള്ളൂ. ബൈബിൾ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത് ആസന്നമായി എന്നതിൻ്റെ സൂചനകളാണ് ഈ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സംഗ്രഹിക്കേണ്ട സമയമായി കഴിഞ്ഞു. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കാം. നമ്മുടെ ഈ ലോകം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇത് ദുഷ്കാലമാണെന്നാണ്. അതുകൊണ്ട് ഇനി ഒരു ശകലം പോലും സമയം നമുക്ക് മാറ്റി വെക്കാനില്ല. ക്രിസ്തുവിന് വേണ്ടി നിന്ന് ക്രിസ്തുവിൻ്റെ അനുയായികളായിട്ട് സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് നമുക്ക് ജ്ഞാനത്തോടെ പെരുമാറാം. നമ്മളുടെ ക്രിസ്തീയ ജീവിതം കണ്ട് പാപത്തിൻ്റെ അഴുക്ക് പുരണ്ട അവസ്ഥയിൽ കിടക്കുന്ന അനേകരും ദൈവസന്നിധിയിലോട്ട് കടന്നു വരട്ടെ. അവർക്കും ദൈവത്തെ അറിയുവാനും ദൈവത്തെ സ്തുതിക്കുവാനും അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും, എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, നിങ്ങളൊരു കാര്യം വിചാരിക്കണം. നിൻ്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ അടുത്തേക്കാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നത്. ഓർക്കുക, ഇത് ദുഷ്കാലമാണ്. അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കുക. എല്ലാവർക്കും വന്ദനം.